അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ 25 വരെയുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി 26ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യനുകളും ഇനി തൊട്ട് താഴെ വരുന്ന കൂടുതൽ ക്വസ്റ്റ്യനുകളും നമ്മൾ ഈ ഗുഡ് വില്ലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 2-3 ക്വസ്റ്റ്യനുകൾ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഇക്വേഷൻ ശരിക്കും എന്താക്കുക, പഠിച്ച് ക്ലിയറാക്കി വെക്കുക. അതെപ്പോഴും ചോദിക്കുന്നതാണ്. 5 രൂപങ്ങളവിടെ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു രൂപത്തിൽ എന്തായാലും ഗുഡ് വില്ല് കണ്ടെത്താനുള്ളത് എന്തായാലും ചോദിക്കും. ഓക്കെ, നമ്മളിവിടെ ഒരു 3-4 ടൈപ്പ് ക്വസ്റ്റൻ എന്താവും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 26ാമത്തെ ചോദ്യം നോക്കുക. 26ാമത്തെ ചോദ്യം ഇവിടെ നമ്മോട് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ 5 വർഷത്തെ പ്രോഫിറ്റ് 1, 2, 3, 4, 5 വർഷത്തെ പ്രോഫിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്യാപിറ്റൽ എംപ്ലോയിഡ് 5 ലക്ഷമാണ്. 3 ഇയേഴ്സ് പർച്ചേസിൻ്റെ ബേസിസിലാണ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ NRR 12%. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കണക്കൊന്ന് ചെയ്യാം. 3 മാർക്കിനാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആദ്യം നമ്മളിതിൻ്റെ ഇക്വേഷനാണ് എഴുതുന്നത് കേട്ടോ. ഇക്വേഷൻ എന്ന് എഴുതാം. നോക്കാം. ഗുഡ് വില്ല് സമം സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്. നമ്മൾ ഇക്വേഷൻ വൈ ആയിട്ട് എഴുതി വരികയാണ് കേട്ടോ. സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്. ഇനി അടുത്തെന്താക്കണമെന്നോ, നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് എവിടെ തന്നിട്ടുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കാണേണ്ടത് ഏതാണ്, സൂപ്പർ പ്രോഫിറ്റ് കാണണം. സൂപ്പർ പ്രോഫിറ്റ് കാണാനുള്ള മെത്തേഡ് ഇക്വേഷൻ എന്താ നോക്കുക. സൂപ്പർ പ്രോഫിറ്റ് സമം ആവറേജ് പ്രോഫിറ്റ് മൈനസ് ആക്ച്വൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ഓക്കെ, ഇനി നോർമൽ പ്രോഫിറ്റ് ആവറേജ് പ്രോഫിറ്റിനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? നമുക്ക് 5 വർഷം തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് പ്രോഫിറ്റ് കാണാൻ പറ്റും. നോർമൽ പ്രോഫിറ്റ് എന്താക്കണം, നമ്മളിവിടെ കാണണം. അപ്പോൾ നോർമൽ പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ എന്താ നോക്കുക. നോർമൽ പ്രോഫിറ്റ് സമം ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു NRR. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു NRR. ഓക്കെ, ബൈ 100. ഓക്കെ, ഇനി നമ്മൾ എന്ത് കാണുന്നത്, ഈ ആവറേജ് പ്രോഫിറ്റ് ഒന്ന് കാണാം. ഓക്കെ, ആവറേജ് പ്രോഫിറ്റ് AVG പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് കാണുമ്പോൾ നോക്കുക ചോദ്യം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. 62, 58, 84. 84,000, 58,000, 78, 80 പ്ലസ് 80. നോക്കുക, ഡിവൈഡ് ബൈ 1, 2, 3, 4, 5. 5 കൊണ്ട് എന്താക്കണം, ഡിവൈഡ് ചെയ്യണം. 62,000 പ്ലസ് 84,000 പ്ലസ് 58,000 പ്ലസ് 70,000 പ്ലസ് 80,000. അറുപത്തിരണ്ട് 58 84 78. 62 58 84 78 80. 3,62,000 ഡിവൈഡ് ബൈ 5. 72,400. ഇതാണ് നമ്മുടെ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ സാധനം.
ഇനി നമ്മൾ അടുത്ത കാണേണ്ട സാധനം ഏതാണ്? നോർമൽ പ്രോഫിറ്റാണ് നമ്മൾ കാണേണ്ടത്. നോർമൽ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു NRR/100. ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ നോക്കാം. ഇതാ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്? 5 ലക്ഷമാണ്. അപ്പം നോർമൽ പ്രോഫിറ്റ് 10, 100, 1000, 10,000, ലക്ഷം 5 ലക്ഷം ഇൻറ്റു NRR എത്രയാണ് തന്നിട്ടുള്ളത്? 12 അല്ലേ? 12%. 12/100 അല്ലേ? അപ്പോൾ നോക്കുക എത്രയാണെന്നുള്ളത്. 10, 100, 1000, 10,000, ലക്ഷം ഇൻറ്റു 12/100 60,000 വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആവറേജ് പ്രോഫിറ്റും കിട്ടി, നോർമൽ പ്രോഫിറ്റും കിട്ടി. ഇനി ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് കുറച്ചാൽ എന്ത് കിട്ടും? സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 72,400 മൈനസ് നോർമൽ പ്രോഫിറ്റ് എത്രയാണ്? 60,000 അല്ലേ? 60,000 അല്ലേ? 60,000. അപ്പം ഇവിടെ എത്രയാണ് കിട്ടുന്നത്? 12,400 അല്ലേ? 400 മൈനസ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് എത്രയാണ്? 12,400. ഈ 12,400 എന്ത്? നമ്മുടെ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ സാധനം. ഇനി ഈ 12,400 എന്ത് ചെയ്താൽ മതി? സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്. നമ്പർ ഓഫ് ഇയേഴ്സ് ഇവിടെ എത്രയാണ് പറഞ്ഞത് നോക്കുക, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? അതാ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് 3 ആണ്. അപ്പം ഇവിടെ 12,400 ഇൻറ്റു 3 37,200. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളെ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളാണ്. സൂപ്പർ പ്രോഫിറ്റിനെ ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് പിന്നെന്താക്കിയാൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. പക്ഷേ അതിന് ആദ്യം എന്ത് കാണണം? സൂപ്പർ പ്രോഫിറ്റ് കാണണം. സൂപ്പർ പ്രോഫിറ്റ് കാണണമെങ്കിൽ എന്ത് വേണം? ആവറേജ് പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും കാണണം. ആവറേജ് പ്രോഫിറ്റിനുള്ള സാധനം എവിടെ തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 5 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ ടോട്ടൽ ചെയ്തിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 5 വർഷം ആയതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആവറേജ് പ്രോഫിറ്റ് കിട്ടി. അതെത്രയാണ്? 72,400. പിന്നെ നമുക്ക് കിട്ടേണ്ട സാധനം ഏതാണ്? നോർമൽ പ്രോഫിറ്റ് ആണ്. നോർമൽ പ്രോഫിറ്റ് കിട്ടാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു NRR/100 ആണ്. അത് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 60,000 ആണ്. അപ്പോൾ ഈ 72,400 നമ്മൾ 60,000 കുറച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൂപ്പർ പ്രോഫിറ്റ് കിട്ടി. ഈ സൂപ്പർ പ്രോഫിറ്റിനെ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 3 ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ എന്തായി? 37,200 കിട്ടി. ക്ലിയർ ആണോ? ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നീന മീര ആർ പാർട്ണേഴ്സ്, ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം 1,20,000. നോർമൽ NRR എത്രയാണ്? 10%. ആക്ച്വൽ പ്രോഫിറ്റ് ഓഫ് 3 ഇയേഴ്സ് 34,000, 40,000, 46,000. 2 ഇയേഴ്സ് പർച്ചേസിൽ ആവറേജ് സൂപ്പർ പ്രോഫിറ്റ് 3 ഇയേഴ്സ് ആവറേജ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ നമ്മളോട് കണക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കണക്കും കൂടെ എന്താക്കാം? നമ്മൾ ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കാണുകയാണ്? ഇവിടെ ആവറേജ് പ്രോഫിറ്റ് കാണുകയാണ്. ആവറേജ് പ്രോഫിറ്റ് കാണാനുള്ള വർഷത്തിലെ കണക്കൊക്കെ തന്നിട്ടുണ്ട്. എത്രയാണ്? 34, 40, 46. 34,000 പ്ലസ് 40,000 പ്ലസ് 46,000. 34,000 പ്ലസ് 40,000 പ്ലസ് 46,000 ഡിവൈഡ് ബൈ 3. അപ്പം ഇവിടെ 40,000 നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ 40,000 1,20,000 ഉണ്ടാവുക. അതിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 40,000 കിട്ടി. ഈ 40,000 എന്ത്? ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ സാധനം എത്രയാണ്? 40,000. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക. നമുക്ക് എന്ത് കാണണം?
സൂപ്പർ പ്രോഫിറ്റ് കാണണം. സൂപ്പർ പ്രോഫിറ്റ് നേരത്തെ കണ്ട അതേമാതിരി തന്നെയാണ്. സൂപ്പർ പ്രോഫിറ്റ് കാണണം. സൂപ്പർ പ്രോഫിറ്റ് കാണുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആവറേജ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ഓക്കെ, ഇവിടെ നോർമൽ പ്രോഫിറ്റ് എത്ര തന്നിട്ടുള്ളത്? നോർമൽ പ്രോഫിറ്റ് 34,000. ഓക്കെ, സോറി, നോർമൽ പ്രോഫിറ്റ് കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? നോർമൽ പ്രോഫിറ്റ് കാണാൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു, അവിടെ ഇക്വേഷനിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്നതാണ് കേട്ടോ. അടുത്തത് നമ്മൾ കാണുന്നത് നോർമൽ പ്രോഫിറ്റ് ആണ്. ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കാണാൻ നോക്കുക? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു NRR ബൈ 100 ആണ്. ഇവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? $1,20,000 ഇൻറ്റു NRR എത്രയാണ്? 10 അല്ലേ? 10. 1,20,000 ഇൻറ്റു 10/100 സമം 12,000. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നോർമൽ പ്രോഫിറ്റും കിട്ടി. ഇനി ആവറേജ് പ്രോഫിറ്റ് എന്ന് എന്താക്കണം? നമ്മൾ ഈ നോർമൽ പ്രോഫിറ്റ് എന്താക്കണം? ലെസ് ചെയ്യണം. അതെത്രയാണ്? ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 40,000 ലെസ് 12,000. അപ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 28,000. ഇതാണെന്ത് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. 28,000 ആണ്. ഇനി ഈ 28,000 നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്താൽ മതി. നമ്പർ ഓഫ് ഇയർ ഇവിടെ എത്രയാണ്? 2 എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ 28,000 ഇൻറ്റു 2 സമം 56,000. ഇതാണെന്ത് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് വഴിയുള്ള നമ്മൾ കണക്കെന്താവില്ല ചെയ്യൂല കേട്ടോ, അതല്ലാത്തതേ ചെയ്യുള്ളൂ. അടുത്ത ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ ഗുഡ് വിൽ? ലിസ്റ്റ് ഔട്ട് any 2 factors affecting the goodwill. ഗുഡ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിനെ എഫക്റ്റ് ചെയ്യുന്ന 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? അത് ഞങ്ങൾ എപ്പോഴും പഠിച്ചു വെക്കുക. ഗുഡ് വില്ലിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് വില്ലിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഒന്ന്, പ്ലേസ് ഓഫ് ദ ബിസിനസ്. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ സൽപ്പേര് ഉയരുന്നതിന് കാരണമാകുന്ന അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഒന്ന്, സ്ഥലം. ഏത് സ്ഥലത്താണ് ആ ബിസിനസ് സ്ഥിതി ചെയ്യുന്നത് അതിനനുസരിച്ച് എന്താവുന്നു? ഗുഡ് വില്ലിൽ മാറ്റം ഉണ്ടാവും. ബിസിനസ്സിൻ്റെ സ്വഭാവം, ഓക്കെ, മാനേജ്മെൻറ്റിൻ്റെ സ്കില്ല്, ഓക്കെ, ഇതൊക്കെ എന്താവുന്നു. പിന്നെ അതുപോലെ തന്നെ പാരമ്പര്യം, ട്രഡീഷൻ, ഇതൊക്കെ എന്താവുന്നു? ബിസിനസ്സിൻ്റെ ഗുഡ് വില്ലിനെ എഫക്റ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇനി എന്താണ് പിന്നെ ഗുഡ് വില്ല് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നെന്താക്കിയിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. നോക്കുക, അത് നിങ്ങൾ ഇംഗ്ലീഷിൽ അവിടെ നിന്ന് എഴുതി വെച്ചോ, എന്താണ് ഗുഡ് വില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ ഉദ്ദേശം എത്രയാണ്? പോലെ നടക്കുന്ന ഏകദേശം ഇത്ര തന്നെ ക്യാഷ് മുടക്കി നടത്തുന്ന സ്ഥാപനത്തിൽ നിന്ന് അധികം ഈ സ്ഥാപനത്തിന് കിട്ടുന്നത്. ഓക്കെ, നമ്മളെപ്പോലത്തെ എന്തുണ്ട്? ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ജനങ്ങൾ എന്താക്കുന്നുണ്ട്? അവരൊന്നും പ്രിഫർ ചെയ്യാതെ നമ്മളെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള എന്തോ ഒരു കാരണം ഉണ്ടാവില്ലേ? ആ സംഭവത്തിനാണ് നമ്മൾ ഗുഡ് വില്ല് എന്ന് പറയാം. അതിൻ്റെ ഇംഗ്ലീഷ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ. ഗുഡ് വില്ല് ഈസ് ദ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ. ഗുഡ് വില്ല് എന്ന് പറഞ്ഞാൽ റെപ്യൂട്ടേഷൻ്റെ വാല്യൂ ആണ്. റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഖ്യാതി. ഓക്കെ, അതിൽ പ്രശസ്തി എന്നൊക്കെ പറയാം. ഓഫ് എ ഫേം, ഒരു ഫേമിൻ്റെ റെപ്യൂട്ടേഷൻ്റെ വാല്യൂ ആണ് ഗുഡ് വില്ല് എന്ന് പറഞ്ഞത്. ഇൻ റെസ്പെക്റ്റ് ഓഫ് ദ പ്രോഫിറ്റ്, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ലാഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ. എക്സ്പെക്റ്റഡ് ടു ഫ്യൂച്ചർ, ഭാവിയിൽ കിട്ടാൻ പോകുന്ന ലാഭം. ഓവർ ആൻഡ് അബവ് ദ നോർമൽ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദ അതർ സിമിലിയർ ഫേംസ്. മറ്റുള്ള ഫേമുകളൊക്കെ സാധാരണ നേടുന്നതിനേക്കാൾ കൂടുതൽ ലാഭം ആര് നേടുന്നുണ്ട്? നമ്മുടെ സ്ഥാപനം നേടുന്നുണ്ട്, അല്ലെങ്കിൽ നേടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ആ റെപ്യൂട്ടേഷൻ്റെ വാല്യൂവിനാണ് നമ്മൾ എന്തെന്ന് പറയുക? ഗുഡ് വില്ല് എന്ന് പറയുക. ഓക്കെ, ബിലോങ്ങിങ് ടു ദ സെയിം ഇൻഡസ്ട്രി, നമ്മളെ അതേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന, അതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന മറ്റുള്ള ആളുകൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എന്താവുന്നുണ്ട്? ലാഭം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ആ റെപ്യൂട്ടേഷൻ്റെ വാല്യൂവിനാണ് നമ്മൾ എന്തെന്ന് പറയാം? ഗുഡ് വില്ല് എന്ന് പറയാം.
അടുത്ത നോക്കുക, സുനിൽ മാർട്ടിൻ ആൻഡ് പാർട്ണർ ഷെയർ 3:2. ദേ അഡ്മിറ്റഡ് റഹീം ടു ദ പാർട്ണർഷിപ്പ് കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഈ കണക്ക് നമ്മൾ കഴിഞ്ഞതിൽ ചെയ്തതാണ്, വേണമെങ്കിൽ ഒന്നും കൂടെ എന്താക്കാം നമുക്ക് ചെയ്യാം. 3/2 ആണ്. ആദ്യത്തേത് 3/2, 3/5, 2/5 ആണ് ആദ്യത്തേത്. ഓക്കെ, ഇനി നോക്കുക പുതിയ വന്നാക്ക് എത്രയാണ് കൊടുക്കുന്നത്. 1/5 ആണ് പുതിയ വന്നാക്ക് കൊടുക്കുന്നത്. 1/5 പുതിയ ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു സാധനത്തിൻ്റെ 1 അതിന് 5 ഭാഗമാക്കി ഒരു ഭാഗം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അതിൽ എത്രയാണ് ബാക്കി ഉണ്ടാകുക? 4/5 ആണ് ബാക്കി ഉണ്ടാവുക. ഓക്കെ, ആ 4/5 എന്താക്കണം, ഇവിടെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ന്യൂ എത്രയാണെന്നുള്ളത് കിട്ടും. നോക്കുക, 3 4 12 5 5 25, 2 4 8 5 25. അപ്പോൾ 12 12/25, 8/25, 4/5. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവാൻ പറ്റില്ല എന്നാണ് നമ്മൾ സാധാരണ പറയൽ. ഓക്കെ, സോറി 1/25 ആണ് കേട്ടോ, 4/25 അല്ല. മൂന്നാമത്തെ ആളത് എത്രയാണ്? 1/5 ആണ്. 1/5 ഇതാ, ഇത് മൂന്നാമത്തെ ആളത്, ഇത് ഒന്നാമത്തെ ആളത്, ഇത് രണ്ടാമത്തെ ആളത്, പുതിയ വന്ന ആളത് 1/5. അപ്പം നമ്മളെന്താക്കണം, ഈ അടിയത്തെ കോമൺ ആയിട്ടുള്ള ഇതാണ് 25-ലാണ്. ആ 25-ലേക്ക് 5 ആക്കാൻ പറ്റുമോ നോക്കുക. പറ്റും, 5 കൊണ്ട് ഗുണിച്ചാൽ മതി. അതേ സാധനം തന്നെ മേലെയും ഗുണിക്കുക. അപ്പോൾ എത്ര? ഒരു 5 5 5 25. അപ്പോൾ എന്തായി? 12:8:5 എന്നായി. ഇതാണ് അവരുടെ ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഒരു കൺഫ്യൂഷൻ പോലെ. അടുത്ത ചോദ്യം 2:1. സുമിതയും വർഗീസും 2:1 സൂര്യനെ പുതിയ പാർട്ണറാക്കിയിട്ട് ഷെയർ ചെയ്യാണ്. ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്. വർഗീസിൻ്റെയും സൂര്യൻ്റെയും മൂന്നാമത് മേലെ ചെയ്ത് അതേമാതിരി കണക്കാണ്. വേണമെങ്കിൽ എന്താക്കാം, നമുക്കൊന്ന് ചെയ്യാം. ജസ്റ്റ് ഇതും കൂടെ നമ്മൾ റേഷ്യോൻ്റെ ചെയ്യുന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ കണക്കും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താക്കിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അത് കൂടുതൽ ചെയ്തിട്ട് സമയം പോക്കുന്നില്ല. ഇതും കൂടെ മാത്രമേ നമ്മൾ റേഷ്യോൻ്റെ ചെയ്യുന്നുള്ളൂ കേട്ടോ. 2:1 ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ പുതിയ ചെങ്ങാൻ എന്താക്കുന്നതിലേക്ക് ആഡ് ചെയ്യുന്നു 1/4. അപ്പോൾ ഒരു സാധനത്തിൻ്റെ 4 ഭാഗമാക്കി ഒരു ഭാഗം എന്താക്കി പുതിയ വന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി അവിടെ ബാക്കി ഉണ്ടാകുക 3/4 ആണ്. ഈ 3/4-ൻ്റെ 2/3 എത്രയും നോക്കണം. 3/4-ൻ്റെ 1/3 എത്രയും നോക്കിക്കഴിഞ്ഞാൽ എന്തായി? ഇത് പുതിയ ആളത്, അത് സെറ്റാണ്. മറ്റേ രണ്ടാളതും കാണാനാണ്. 3 2 6 4 3 12, 1 3 3 4 3 12. അപ്പോൾ ഉള്ളത് ഇങ്ങനെയാണ്: 6/12 = 3/12 1/4. താഴത്ത് എന്താക്കണം, നമ്മൾ കോമൺ ആക്കാൻ വേണ്ടിയിട്ട് 4-നെ 12 ആക്കാൻ എന്താക്കിയാൽ മതി, 3 കൊണ്ട് ഗുണിച്ചാൽ മതി. സെയിം സാധനം കൊണ്ട് മേലെയും ഗുണിക്കുക. അപ്പം ഇവിടെ എത്രയായി? 12 3. ഓക്കെ, അപ്പോൾ 6:3:3. വീണ്ടും നമുക്ക് ഇതിനെ ചെറുതാക്കാൻ പറ്റും. 2:1:1. ക്ലിയർ ആണോ? ഇനി ബാലു ബിനു ആർ പാർട്ണേഴ്സ്. ഇത് വീണ്ടും എന്താണ്?
സാക്രിഫൈസ് റേഷ്യോ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഒരുപാട് ചെയ്തതാണ്. സാക്രിഫൈസ് ആയതുകൊണ്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, സാക്രിഫൈസിങ് കാണാനുള്ള റേഷ്യോ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. സാക്രിഫൈസ് കാണാനുള്ള റേഷ്യോ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓക്കെ, ഇതിൽ ചെറുതെന്തായിരിക്കും? ന്യൂ റേഷ്യോ ആയിരിക്കും. അതുകൊണ്ടാണ് അതെന്താക്കണത്? ലെസ് ചെയ്യണത്. അപ്പോൾ നോക്കുക, 5:3 ഇവരുടെ ഓൾഡ് റേഷ്യോ വരുന്നത്. 5/8 3/8 മൈനസ് ന്യൂ റേഷ്യോ എത്രയാണ് നോക്കുക? 4:2:1. അപ്പോൾ 4 2 6 1 7. ഓക്കെ, അപ്പോൾ 4/7 അതുപോലെ തന്നെ 2/7 നോക്കുക. 7 5 35 8 4 8 4 32 56 3 21 8 2 16 56 35 32 കുറച്ചാൽ 3 21 16 കുറച്ചാൽ 4. ഇപ്പോൾ 3:4 അവരുടെ സാക്രിഫൈസ് റേഷ്യോ എന്ന് പറഞ്ഞത്. ഇത് വേഗം ചെയ്തു പോകുന്നത് മുമ്പ് നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് കണക്കുകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇരുപത്തൊന്ന് 16 കുറച്ചാൽ 5 അല്ലേ? 3:5 കേട്ടോ. ചെറിയ കൺഫ്യൂഷൻ വന്നപ്പോൾ നോക്കിയതാണ്. ഓക്കെ, അടുത്ത ചോദ്യം നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കഴിഞ്ഞു. നെക്സ്റ്റ്, റോസി ലിലി. ഇതുപോലെ ഈ ടൈപ്പ് കണക്ക് നമ്മൾ ചെയ്തതാണ് കേട്ടോ. റേഷ്യോ നമ്മൾ വീണ്ടും ചെയ്യുന്നില്ല. ക്യാപിറ്റൽ എംപ്ലോയിഡ് 80,000 എന്ന് പറഞ്ഞു. ഇതും ഇവിടെ തന്നിട്ടുണ്ട്. നോർമൽ റേറ്റ് തന്നിട്ടുണ്ട്. നമ്മളെ സൂപ്പർ പ്രോഫിറ്റ് അനുസരിച്ച് ചെയ്യാനുള്ളതാണ്. നമ്മൾ 2-3 കണക്ക് അത് ചെയ്തു, അതുകൊണ്ട് ചെയ്യുന്നില്ല. പിന്നെ ഇതും അങ്ങനെ തന്നെയാണ്. ഈ കണക്കും അങ്ങനെ തന്നെയാണ്, നമ്മൾ ചെയ്യുന്നില്ല. അനു ബിനുവാർ പാർട്ണേഴ്സ് 2 അഡ്മിറ്റ് സീനിയർ പാർട്ണർ ന്യൂ പ്രോഫിറ്റ് സാക്രിഫൈസ് റേഷ്യോ. സാക്രിഫൈസ് റേഷ്യോ സിമ്പിളാണ് കാണാൻ. എന്ത് ചെയ്താൽ മതി? പുതിയ റേഷ്യോ എത്ര എന്ന് പറയാത്തതുകൊണ്ട് 2:1 സാക്രിഫൈസ് ഉണ്ടാകുക. പിന്നെ എന്താക്കുക? ന്യൂ റേഷ്യോ എത്രയെന്ന് എന്താക്കുക നിങ്ങൾ കണ്ടുപിടിക്കുക. അത് 1/6 അല്ലേ? പിന്നെ ബാക്കി 5/6 ഉണ്ടാവുക. അതിൻ്റെ ബാക്കി എത്ര നോക്കിയാൽ എന്താക്കിയാൽ മതി? ഇങ്ങനെ 2/3 1/3 വെച്ചായിട്ട് നോക്കിയാൽ മതി. നേരത്തെ അതേ കണക്ക് തന്നെയാണ്, നമ്മൾ റിപ്പീറ്റ് അടിക്കുന്നില്ല. അടുത്ത ചോദ്യം, അമല നന്ദന പാർട്ണേഴ്സാണ്. 3:2 ഹാജറിനെ കൊണ്ടുവരുന്നു. വിച്ച് ഷീ അക്വേർഡ് ഈക്വലി ഫ്രം അമല ആൻഡ് നന്ദന. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചൊരു വെറൈറ്റി ഉള്ള കണക്കാണ്. ഈക്വലായിട്ട് രണ്ടാളെയും സ്വീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ കണക്ക് എന്താക്കാൻ നമുക്കൊന്നും ഇവിടെ ചെയ്യാം. ഇത് നമ്മളിതുവരെ ചെയ്യാത്ത കണക്കാണ്, അതുകൊണ്ട്. ഓക്കെ, നോക്കുക. ആദ്യം നമ്മുടെ രണ്ടാളുടെ റേഷ്യോ 3:2 ആണ്. ഹാജറക്ക് കിട്ടുന്നത് എത്രയാണ്? ഹാജറക്ക് എത്ര കിട്ടുന്നത്? 1/5 ഹാജറക്ക് കിട്ടുന്നത്. 1/5. ഓക്കെ, അപ്പോൾ ഹാജറിൻ്റെ ക്ലിയറായി. പക്ഷേ ഇവിടെ ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഹാജർ ഈ 1/5 വാങ്ങുന്നത് പകുതി ആരോടാണ്? ഇയാളോടും പകുതി ഇയാളോടുമാണ്. ഈ 1/5 പകുതി ഇയാളോടും 1/5 പകുതി അയാളോടുമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 1/5 പകുതി എത്രയാണ് എന്ന് കാണൽ ചെറിയൊരു ടാസ്ക്കാണ്. പക്ഷേ നമ്മൾ വിചാരിച്ച മാതിരി അത്ര ബുദ്ധിമുട്ടുള്ള സംഭവം ഒന്നല്ല. നിങ്ങൾ എന്താക്കിയാൽ മതി, ജസ്റ്റ് ഒന്നിങ്ങനെ ഈ കോളത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാൽ മതി. 1
2 3 4 1 2 3 4 5 ഇതാണ് നമുക്ക് ഈ സാധനമാണ് നമുക്ക് മൊത്തം കിട്ടുന്നത്. ഇതിൻ്റെ 5 ഭാഗത്തിൽ ഒരു ഭാഗമാണ് ഹാജറക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞു. ഈ ഒരു ഭാഗമാണ് ഹാജറക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു ഭാഗമാണ് ഹാജറക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഹാജറക്ക് കിട്ടുന്നതിൻ്റെ പകുതി ഒരാളേന്നും പകുതി ഒരാളേന്നും ആണെന്നാണ് പറഞ്ഞത്. 1/5 പകുതി ഒരാളേന്നും 1/5 പകുതി മറ്റൊരാളേന്നും. അപ്പോൾ അതെങ്ങനെ കണ്ടെത്തുക എന്നുള്ളത് വളരെ സിമ്പിളാണതാ. ഇതിൻ്റെ പകുതി എത്രയും നോക്കിയാൽ ഇതിൻ്റെ പകുതി ഇവിടെ അല്ലേ വരിക അല്ലേ? ഇതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലേ? ഈ പകുതി എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1/10 ആയിരിക്കും. 1/10ഉം 1/10ഉം കൂടി കൂട്ടിയാൽ എത്ര ഉണ്ടാവുക? 1/5ൻ്റെ പകുതിയാണെന്ത്? 1/10. അപ്പോൾ 1/10 1/10ഉം കൂടെ കൂട്ടിയാൽ എത്ര ഉണ്ടാവുക? അതായത് ഈ ഭാഗവും ഈ ഭാഗവും കൂടെ കൂട്ടിയാൽ എത്ര ഉണ്ടാവുക? 1/5 ഉണ്ടാവുക. അതായത് ഒരു സാധനത്തിനെ 5 കഷ്ണമാക്കിയിട്ട് അതിൻ്റെ ഒരു കഷ്ണം എന്ന് പറഞ്ഞാലും ഒരു സാധനത്തിനെ 10 കഷ്ണമാക്കിയിട്ട് അതിൻ്റെ 2 കഷ്ണം എന്ന് പറഞ്ഞാലും തുല്യമായിരിക്കും. അതാണ് ചുരുക്കി പറഞ്ഞാൽ. ക്ലിയർ ആണോ? അപ്പോൾ 1/10 ഒരാളിൽ നിന്ന് വാങ്ങുന്നു, 1/10 മറ്റേ നിന്നും വാങ്ങുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യാൻ സിമ്പിളാണ്. അവരുടെ എന്താക്കിയാൽ മതി? അവരുടെ ഓൾഡ് റേഷ്യോ ഒന്ന് 1/10 അങ്ങോട്ട് കുറച്ചാൽ മതി. 3/5 2/5 ഇത് അവരുടെ ഓൾഡ് റേഷ്യോ ആണ്. ഇതിൽ നിന്ന് എന്താക്കിയാൽ മതി? 1/10 അങ്ങോട്ട് കുറച്ചാൽ മതി. ഓക്കെ, 3 10 30 1 5 5 50 2 10 20 1 5 5. ഓക്കെ, 30 5 കുറച്ചാൽ 25 അല്ലേ? 20 5 കുറച്ചാൽ 15. അപ്പം 25 25ഉം 15ഉം പിന്നെ എത്രയുള്ളത്? മറ്റേ ആൾക്കുള്ളത് എത്രയാണ്? 1/5 അല്ലേ? 1/5 ആണ്. ഓക്കെ, അപ്പം ഇനി താഴത്തെ 5 അല്ലേ? അപ്പം നമ്മൾ എന്താക്കണമെന്നോ? ഇവിടെ കാണുന്നില്ലല്ലേ? 25/50 15/50 1/5 ഇങ്ങനെയാണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ 5നെ എന്താക്കണം? 50ലേക്ക് കൊണ്ടുവരണം. അതിനവിടെ 10 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഇവിടെ എന്താക്കുക? 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക. താഴേതാണോ ഇൻറ്റു ചെയ്യുന്ന അതേ സാധനം വെച്ചാൽ എന്താക്കുക? മേലെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ എന്താ? ഇവിടെ 50 10 എന്നായി. അപ്പം ഇവിടെ 25 15 10. ഇത് നമുക്ക് ചെറുതാക്കാൻ പറ്റില്ലേ? പറ്റും. 5 കൊണ്ട് ചെറുതാക്കാൻ പറ്റും. 2 3 5. അപ്പോൾ 5:3:2 ഇതാണ് എന്ത് ഉത്തരം വരുന്നത്. ഇതാണ് ന്യൂ റേഷ്യോ. ഓക്കെ, സാക്രിഫൈസ് എന്താക്കി? നമ്മൾ നേരത്തെ കണ്ടു പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കണക്ക്. അഭിനവ് 5:3:1/5ന് 20,000 ക്യാപിറ്റലായിട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. 4,000 ഗുഡ്വില്ലായിട്ടും കൊണ്ടുവരുന്നുണ്ട്. ജേണൽ എൻട്രി ഗുഡ്വിൽ ഈസ് റീറ്റൈൻഡ് ഇൻ ദ ബിസിനസ്. ഓക്കെ, ഇതിൽ നിങ്ങൾ മൊത്തത്തിൽ പഠിക്കേണ്ട സാധനം ജേണൽ എൻട്രിയുമായി ബന്ധപ്പെട്ട കേസാണ്. നോക്കുക, ഒരാൾ ബിസിനസ്സിലേക്ക് എന്താണ്? ക്യാഷ് കൊണ്ടുവരികയാണ്. ക്യാഷ് കൊണ്ടുവരുന്ന സമയത്ത് ജേണൽ എൻട്രി എന്താ ഉണ്ടാവുക എന്ന് ആലോചിച്ചാൽ മതി. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ഇതാണ് ഒരാൾ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോഴുള്ള ജേണൽ എൻട്രി. ഓക്കെ, ഇനി ഗുഡ്വില്ലും കൂടെ കൊണ്ടുവരികയാണെങ്കിലോ അതെന്താക്കിയാൽ മതി? നിങ്ങൾ ഇവിടെ ടു ഗുഡ്വില്ല് എന്ന് എഴുതി കൊടുത്താൽ മതി, വേറൊന്നും വേണ്ട. ഓക്കെ, ഇനി എത്രയാണ് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ഗുഡ്വില്ല് എത്രയാണ്, പിന്നെ ഇതെത്രയാണ് എന്നുള്ളത് നോക്കുക. 20,000 ക്യാപിറ്റലും കൊണ്ടുവരുന്നുണ്ട്, 4,000 ഗുഡ്വില്ലും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താക്കാമെന്നോ? ക്യാഷ് ടോട്ടൽ കൊണ്ടുവരുന്നത് 24,000 ആണ്. അതിൽ 20,000 ഇവിടെയും രേഖപ്പെടുത്തും, 4,000 ഇവിടെയും രേഖപ്പെടുത്തും. ഓക്കെ, അപ്പോൾ അയാൾ ഗുഡ്വില്ല് കൊണ്ടുവന്നു. 4,000 ആണ് ഇവിടെ ഗുഡ്വില്ല് കൊണ്ടുവന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു കേസുണ്ട്. ഈ ഗുഡ്വില്ല് എന്ത് ചെയ്യണമെന്നോ? ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് വിഹിതം വെച്ച് കൊടുക്കണം. കണക്കിലെ രേഖപ്പെടുത്തുള്ളൂ, പൈസ കൊടുക്കൂല കേട്ടോ. കൊടുക്കാണ്ട് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തേ ഉള്ളൂ. അതെങ്ങനെയാണ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്.
ഓക്കെ, അതിന് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഗുഡ്വിൽ ഏത് അനുപാതത്തിലാണ് കൊടുക്കുക, അതവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊടുക്കേണ്ട അനുപാതം എന്ന് പറയുന്നത് സാക്രിഫൈസ് റേഷ്യോയിലാണ്. സാക്രിഫൈസ് റേഷ്യോ അത് പറഞ്ഞിട്ടുണ്ടോ നോക്കുക, ലീലത്താക്കണം, നമ്മൾ കണ്ടെത്തണം. ഇവിടെ നോക്കുക, ന്യൂ റേഷ്യോനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഓൾഡ് റേഷ്യോ തന്നെ ആയിരിക്കും ഇവിടുത്തെ സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഓൾഡ് റേഷ്യോ എത്ര പറഞ്ഞിട്ടുള്ളത് 5:3. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ സാക്രിഫൈസ് റേഷ്യോ. ഈ 4000 എന്താക്കണം, ഈ റേഷ്യോയിൽ നമ്മൾ വിഹിതം വെച്ച് കൊടുക്കണം. അപ്പോൾ നോക്കുക, 4000 ഇൻറ്റു 5/8. 4000-ന് 8 ഭാഗമാക്കി കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുക, 500 ഉണ്ടാവുക. 5,500 എന്ന് പറയുമ്പോൾ 2500 പിന്നെ ഫസ്റ്റത്താക്കും, 1500 രണ്ടാമത്താക്കും ഉണ്ടാവും. ആ ജേണൽ എൻട്രി എങ്ങനെ എഴുതുക നോക്കുക. ആ ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ ഗുഡ്വിൽ ക്രെഡിറ്റ് ഭാഗത്തിലുള്ളത്, ആ ഗുഡ്വിൽ എന്താവും ഡെബിറ്റ് ഭാഗത്ത് വരും. ടു എസ് ക്യാപിറ്റൽ, എ ആണെന്ന് എനിക്കറിയില്ല കേട്ടോ, ടു ബീസ് ക്യാപിറ്റൽ. ഇവിടെ രണ്ടാളും ക്യാപിറ്റൽ പൈസ കൂടുകയാണ്, അതുകൊണ്ടാണ് അതെന്താണത് ക്രെഡിറ്റ് ഭാഗത്ത് വരുന്നത് കേട്ടോ. 2500, 1500, 4000. ഓക്കെ, ഇനിയൊരു കാര്യം, ഈ വേർഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ റീറ്റൈൻഡ് എന്നാണ് പറഞ്ഞത്. റീറ്റൈൻഡ് എന്ന് പറഞ്ഞാൽ അവർ ബിസിനസ്സിൽ എന്തായാലും പൈസ പിൻവലിച്ചിട്ടില്ല, അവിടെ തന്നെ വെച്ചു എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനി റീറ്റൈൻ ചെയ്തില്ല, അവർ വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ ജേണൽ എൻട്രി ഉണ്ടാകും നോക്കുക. അവർ പൈസ വിഡ്രോ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അത്രയും ബാധ്യത കുറഞ്ഞു, ക്യാപിറ്റലിന് അത്രയും പൈസ കുറഞ്ഞു. അപ്പോൾ ക്യാപിറ്റൽ മേലെയായിട്ട് ഉണ്ടാവുക, അതും കൂടെ മനസ്സിലാക്കി വെക്കുക. എസ് ക്യാപിറ്റൽ, ബീസ് ക്യാപിറ്റൽ. ഇത് വിഡ്രോ ചെയ്താലാണത് ഈ ചോദ്യത്തിൽ പറഞ്ഞില്ല കേട്ടോ, ടു ക്യാഷ്, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യം, ഇത് നമ്മൾ ആവറേജ് പ്രോഫിറ്റ് ആവറേജ് മെത്തേഡിൽ എന്താവാൻ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഓഫ് ദ ഫേം ദ 3 years പർച്ചേസ്, ആവറേജ് പ്രോഫിറ്റ് ഓഫ് ദ ലാസ്റ്റ് 5 years. അപ്പോൾ നോക്കുക, ജസ്റ്റ് ഇങ്ങോട്ട് കൂട്ടിയാൽ മതി, ഈ സാധനം എല്ലാം ഇങ്ങോട്ട് കൂട്ടുക. എത്ര, 40,000 പ്ലസ് 35,000 പ്ലസ് 20,000 പ്ലസ് 25,000 പ്ലസ് 50,000, 1,70,000 ഡിവൈഡ് ബൈ 5 വർഷമായതുകൊണ്ട് 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു, അപ്പോൾ 34,000 കിട്ടി. ഓക്കെ, ആ 34,000 ഇൻറ്റു 3, 1,02,000. നോക്കട്ടെ, 2000. ഓക്കെ, 1,02,000 അതാണ് ഇവിടുത്തെ ഉത്തരം കിട്ടുക കേട്ടോ. ഇത് മൊത്തം കൂട്ടിയിട്ട് എന്താക്കിയാൽ മതി, അതിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് കിട്ടുക 34,000 ആണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള കാരണം 5 വർഷം കേട്ടോ, അതുകൊണ്ടാണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. എന്നിട്ട് ആ 34,000-ന് 3 years പർച്ചേസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 1,02,000 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പ്രോബ്ലം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും ഗുഡ്വിൽ കാണാനുള്ളതാണ്, നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ അടുത്തത് വീണ്ടും ഗുഡ്വിൽ കാണാനാണ്, അത് നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ ഇതിവിടെ ജേണൽ എൻട്രി ചെയ്യാനുള്ളതാണ്, അതെന്താക്കുന്നുണ്ട്, നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള കണക്കുകൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിലാണ് നമ്മൾ ചെയ്യട്ടോ. ഓക്കെ, 42ാമത്തെ കണക്ക് മുതൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. അസ്സലാമു അലൈക്കും.